ഹായ് ഫ്രണ്ട്സ്, ശ്രീ ഗാർഡൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്നത്തെ നമ്മുടെ വിഷയം തണ്ണിമത്തൻ കൃഷി ചെയ്യേണ്ട സമയമാണിപ്പോൾ അല്ലേ? അപ്പോൾ തണ്ണിമത്തൻ കൃഷിയെക്കുറിച്ചാണ്. അത് എൻ്റെ കൃഷിരീതി, ഞാൻ ചെയ്യുന്ന തണ്ണിമത്തൻ്റെ കൃഷിരീതിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ പലർക്കും തണ്ണിമത്തൻ കൃഷി എന്ന് തോന്നുമ്പോൾ പലർക്കും എന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്ന പോലെയൊക്കെ തോന്നും അല്ലേ? അത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു കാര്യം. വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു കൃഷി തന്നെയാണ് തണ്ണിമത്തൻ. അതും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ലപോലെ വിളവ് കിട്ടുന്ന കൃഷിയാണ് തണ്ണിമത്തൻ കൃഷി. അപ്പോൾ അത് നടുന്ന തണ്ണിമത്തൻ നമ്മൾ വിത്ത് ഇട്ട് അത് നട്ടു വളർത്തുന്ന സമയം എന്ന് പറയുന്നത് ഡിസംബർ മുതൽ മാർച്ച് വരേക്കുള്ള സമയമാണ്. അപ്പൊ ഇപ്പോ തണ്ണിമത്തൻ നടേണ്ട സമയമാണ്. അപ്പൊ നമുക്ക് ഒന്നിച്ച് തണ്ണിമത്തൻ കൃഷിയിലോട്ടൊന്ന് ഇറങ്ങാം അല്ലേ? സൂര്യപ്രകാശം ധാരാളം ലഭിക്കുന്ന ഒരു തുറസായ സ്ഥലത്തായിരിക്കണം നമ്മൾ തണ്ണിമത്തൻ കൃഷി ചെയ്യേണ്ടത്. നല്ല ചൂടുള്ള സ്ഥലം, മരങ്ങളൊന്നും അടുത്തില്ലാതെ നല്ല തുറസായിട്ട് നല്ല കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന തുറസായ സ്ഥലത്ത് ആണ് തണ്ണിമത്തൻ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. വിത്ത് പാകി ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്കതിനെ പറിച്ച് നടാവുന്നതാണ്. ഒരു 3-4 ഇല പ്രായം കഴിഞ്ഞു തുടങ്ങിയാൽ തന്നെ നമുക്ക് അടിവളം ഇട്ടിട്ടാണ് ആദ്യം ഞാൻ കൃഷി ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അടിവളം നല്ലപോലെ കൊടുത്തതിന് ശേഷമാണ് അതൊക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് സമയം കൊടുത്ത് വേണം നമ്മൾ അതിൻ്റെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ജലസേചനം, അതായത് കൂടുതൽ വെള്ളം തണ്ണിമത്തന് ആവശ്യമില്ല. എന്നാലും നട്ട് കുറച്ച് നാളുകൾക്കൊക്കെ നല്ല പോലെ ഒരുവിധം തരക്കേടില്ലാതെ വെള്ളം കിട്ടണം. കൂടുതൽ വെള്ളം ലഭിച്ചു കഴിഞ്ഞാൽ തണ്ണിമത്തന് കായ്ഫലം കുറയുകയും അതുപോലെ തന്നെ മധുരം കുറയുകയും ചെയ്യും. അപ്പൊ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പൊ നമുക്കിനി കൃഷിയിലോട്ട് പോവാം അല്ലേ? ആദ്യമായിട്ട് നമ്മള് മണ്ണിര കമ്പോസ്റ്റും അതുപോലെ തന്നെ പെർലൈറ്റും കൊയർപ്പിത്തും കൂടി നന്നായി മിക്സ് ചെയ്യുക. വെർമിക്കുലേറ്റ് ഉണ്ടെങ്കിൽ അതും ആവാം. ഞാനിപ്പോൾ ഇതിൽ വെർമിക്കുലേറ്റ് ചേർത്തിട്ടില്ല. കൊയർപ്പിത്തും അതുപോലെ തന്നെ പെർലൈറ്റും ആണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ സൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇതിൽ കൂടെ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അസുഖങ്ങളൊന്നും നമ്മളെ തടുന്ന തൈനുണ്ടാവില്ല. ഇത് ഈസ്റ്റ് വെസ്റ്റ് കമ്പനിയുടെ തണ്ണിമത്തൻ്റെ സീഡാണ് ഞാൻ നടുന്നത്. മുക്കാസ നല്ല നല്ല മധുരമുള്ള തണ്ണിമത്തനാണ് അവരുടെ. അപ്പം അതുകൊണ്ട് തന്നെ ആ സീഡാണ് ഞാൻ ഈ ട്രയൽ മുഴുവനും നടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രേ എടുത്ത് അമർത്തി വെച്ച് പിന്നെ ആ കുഴികളിൽ നമ്മൾ സീഡ് ഓരോന്നിലായിട്ട് നമ്മൾ സീഡ് നടും. അപ്പം എൻ്റെ എല്ലാ സീഡും ഇതാ നട്ട് കഴിഞ്ഞു. ട്രേയിൽ കണ്ടില്ലേ, സീഡ് മുഴുവനും നട്ട് കഴിഞ്ഞു. ഇതാ മുളച്ചു വന്നു. എല്ലാം മുളച്ച് നല്ല റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 2 ഇല പരുവത്തിൽ തന്നെ ഞാനിതിനെ പറിച്ചു വയ്ക്കാൻ പോവുകയാണ്. ഇലകൾ കൂടുതൽ വിരിയാനായിട്ട് നിൽക്കുന്നില്ല. ഞാൻ ഈ സമയത്ത് തന്നെ ഇതിനെ പറിച്ച് നടും. അപ്പോൾ ഞാൻ നിലമൊക്കെ ഉഴുത് റെഡിയാക്കുകയാണ്. ട്രാക്ടർ കൊണ്ട് മണ്ണിനെ നന്നായി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഭാരം കൂട്ടാനൊക്കെ സുഖമാണ്. ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഡ്രിപ്പിൻ്റെ സിസ്റ്റം ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എല്ലാത്തിനും ഇങ്ങനെ നനച്ചു കൊടുക്കേണ്ട ഒരു ടാസ്ക് നമുക്ക് വരുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ മണ്ണ് ചെറുതായിട്ട് ഭാരം കൂട്ടുന്നുള്ളൂ. അപ്പം മണ്ണിനെ നന്നായി പൊടിച്ചിട്ടുള്ള കാരണം കൊണ്ട് നമ്മൾ ഈ ഡ്രിപ്പ് വെച്ചിട്ട് നമ്മളതിനെ ചെറുതായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് മണ്ണ് കയറ്റി കൊടുക്കണം. പിന്നെ ഇതാ കുമ്മായം ഇട്ട് മണ്ണിന് കുമ്മായം ഇട്ട് കൊടുക്കുക. കുമ്മായം ഇട്ട് ഒരു 10 ദിവസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു 7 ദിവസമെങ്കിലും നമ്മൾ കുമ്മായം ഇട്ടതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി അതിന് ശേഷം നമ്മൾ ആദ്യം ഇതിൽ ചെയ്യുന്നത് വേപ്പിൻ പിണ്ണാക്ക് നല്ലപോലെ ഇട്ട് കൊടുക്കുക. നല്ലപോലെ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് പിന്നെ അതിന് ശേഷം എന്താ എല്ലുപൊടി ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ്. വേപ്പിൻ പിണ്ണാക്ക് ആദ്യം ഇട്ട് കൊടുത്തു.
എല്ലുപൊടി ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും ട്രൈക്കോഡർമിട്ട് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയുണ്ട്. അതുപോലെ തന്നെ കോഴിക്കാഷ്ടം അതും നമ്മൾ നല്ലോണം അതിൻ്റെ ഗ്യാസൊക്കെ കളഞ്ഞതായിരിക്കണം. ചൂടധികം പാടില്ല. അങ്ങനെ എല്ലാത്തിലും അത് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പൊ നല്ലോണം വളം ആദ്യം തന്നെ ഈ ഹൈബ്രിഡ് തണ്ണിമത്തന് വളം നല്ലപോലെ വേണം. അപ്പൊ അത് നമ്മൾ നല്ലപോലെ വളം ഇട്ട് കൊടുക്കുക. ആദ്യമേ തന്നെ വളം നല്ലപോലെ ഇട്ട് കൊടുക്കണം. അപ്പൊ അത് ചെടിക്ക് നല്ല കരുത്തോടു കൂടി തൈകൾ വളരാനായിട്ടും അത് സഹായിക്കും. പിന്നീട് നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ആദ്യം ഈ രണ്ടിലെ പരുവത്തിലാവാനായിട്ട് മുന്നേ തന്നെ നമ്മൾ വളം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷീറ്റ് വിരിക്കണം. പിന്നെ ഞാൻ ഷീറ്റ് വിരിക്കുന്നത് കാരണം തന്നെ ഭയങ്കര മുത്തങ്ങയുടെ ശല്യമാണ് ഇതിൻ്റെ ഉള്ളിൽ. പറിച്ച് ഞാൻ തോറ്റുപോയി. അത്രയ്ക്കധികം മുത്തങ്ങ വന്ന് മുളച്ചുണ്ടാവും. അപ്പം അത് കാരണം കൊണ്ടാണ് ഷീറ്റ് വിരിച്ചിട്ടുള്ളത്. ഷീറ്റ് വിരിച്ചിട്ട് ഞാനതാ ഒരു ഇരുമ്പ് പൈപ്പ് തീയിൽ ചൂടാക്കിയിട്ട് ഇതിങ്ങനെ കുത്തി കൊടുക്കുകയാണ്. ഈ ഡ്രിപ്പ് പോയതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട്. വളരെ സിമ്പിളാണത്. ആദ്യമൊക്കെ ഞാൻ മറ്റേ PVC പൈപ്പ് കൊണ്ട് തിരിക്കുകയായിരുന്നു. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ വെച്ച് ചൂടാക്കി ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കുഴികളൊക്കെ ഒന്ന് ഇളക്കി മണ്ണിനൊക്കെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. എല്ലാ കുഴികളും നന്നായി ഇളക്കി കൊടുക്കണം, ഓരോ കുഴികളും. അത് കഴിഞ്ഞിട്ട് ഈ കുഴികളിലും നമ്മൾ ആദ്യത്തെ പോലെ തന്നെ കുറച്ച് വേപ്പൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. എല്ലാ കുഴികളിലും കുഴി നല്ലപോലെ ആഴത്തിൽ, ഒരുവിധം ആഴത്തിൽ നമ്മൾ കൈകൊണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിലാണ് വേപ്പൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ എല്ലുപൊടി ഒക്കെ നമ്മൾ കുറച്ച് അത് ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട. ആദ്യം ഒരുപാട് ഇട്ട് കൊടുത്ത കാരണം കൊണ്ട്. അതുപോലെ തന്നെ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും കൂടി നമ്മൾ ഈ കുഴികളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഓരോ കുഴികളിലും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ആ വളങ്ങളൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ വാമിട്ടിട്ട് തൈകൾ പറിച്ച് ഇതിലോട്ട് വെക്കുക. പതുക്കെ പറിച്ചെടുത്ത് നമ്മളിതിലേക്ക് വെക്കുക ഓരോ കുഴികളിലും. ഒരു വാമിടുമ്പോൾ നമുക്ക് വേര് പെട്ടെന്ന് പിടിക്കും. ഇനിയിപ്പോൾ ഇതെടുത്ത് വേര് ഇളകി പോയാലും പ്രശ്നമില്ല. അതിന് മുകളിലും കുറച്ച് തരി വാമ വെതറ്, ഒരുപാട് ഇട്ട് കൊടുക്കൊന്നും വേണ്ട. അപ്പൊ നമ്മുടെ എല്ലാ തൈയും നട്ട് കഴിഞ്ഞു കേട്ടോ. കണ്ടല്ലോ. ഇത് ആദ്യം നട്ട, ഞാൻ 2 സെക്ഷനായിട്ടാണ് നട്ടുള്ളത്. ഇത് ആദ്യം 2 ആഴ്ച മുന്നേ നട്ട തൈകളാണ്. അതിപ്പോൾ ഇത്ര നല്ലപോലെ വലുതായിട്ടുണ്ട്. ചെടിക്ക് 3 4 ഇല വരുമ്പോൾ തന്നെ നമ്മൾ ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റും അതുപോലെ തന്നെ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും ഒക്കെ കുറച്ചായിട്ട് കൊടുക്കാം. പിന്നെ തൈ നട്ട് ആദ്യത്തെ 10 ദിവസം കഴിഞ്ഞാൽ നമ്മൾ സമ്പൂർണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ. ഇപ്പൊ ആദ്യം തന്നെ ഇതില് സമ്പൂർണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ പച്ച കളറുള്ള പുഴുവിനൊക്കെ കാണുമ്പോൾ അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ചെടി നോക്കുമ്പോൾ. അങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് ബിവേറിയ ആവണക്കെണ്ണയിലോ അല്ലെങ്കിൽ ഇരുത്തണ്ട ശർക്കരയിലോ ലയിപ്പിച്ചിട്ട് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അത് പുഴുവിനെ നമ്മൾ കാണില്ല, നന്നായി സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ. ഇത് കണ്ടല്ലേ, ഇപ്പൊ നല്ല കരുത്തോട് കൂടിയിട്ട് വളരുന്നുണ്ട്. അപ്പൊ ഒരു 10 ദിവസം, ആദ്യം 10 ദിവസം കഴിഞ്ഞ് സമ്പൂർണ്ണ അടിക്കുക. പിന്നീട് 15 ദിവസത്തെ ഇടവേളകളിൽ സമ്പൂർണ്ണ അടിച്ചു കൊടുക്കുക. തണ്ണിമത്തന് നമ്മുടെ നാട്ടിലെ കീടങ്ങളുടെ രോഗങ്ങളൊക്കെ സാധാരണ കുറവാണ്. എന്നാൽ ഈ വെള്ളരിവർഗ വിളകളിൽ ആക്രമിക്കണ മത്തൻ വണ്ട്, കായീച്ച, ഇതൊക്കെ ഈ തണ്ണിമത്തനെയും ബാധിക്കാറുണ്ട്. അപ്പൊ അതിനെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ വിവേറിയോ, ട്രൈക്കോഡർമ, വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം അതൊക്കെ നമുക്ക് തെളിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം, വിളവെടുപ്പിന്റെ ഒരു 15 ദിവസം മുന്നേ തന്നെ നമ്മൾ നന ഫുള്ളായിട്ട് നിർത്തണം. 90 മുതൽ ഒരു 120 ദിവസത്തിനുള്ളിൽ തണ്ണിമത്തന്റെ വിളയുടെ ശരാശരി കാലയളവാണ് അത്. തണ്ണിമത്തൻ വിളവിന്റെ ശരാശരി കാലയളവ്. പിന്നെ നന്നായി വളങ്ങൾ ഒക്കെ നല്ലപോലെ ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മൂപ്പെത്തി കഴിഞ്ഞാലേ വിളഞ്ഞു എന്ന് തണ്ണിമത്തൻ വിളവെടുക്കാറായി എന്ന് അറിയാനായിട്ട് വിരൽ കൊണ്ട് ഒന്ന് തട്ടുമ്പോൾ അതിന് ഒരു പതുപതുത്ത ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. പിന്നെ ഓരോ ആഴ്ച ഇടവിട്ട് നമ്മൾ പഞ്ചഗവ്യ, അതുപോലെ ജീവാമൃതം, പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചത്, ചാണകം കൂടി പുളിപ്പിച്ചത്, അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കഴിയും.
തണ്ണിമത്തൻ കൃഷി രീതി എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കണു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കണു. അപ്പൊ എല്ലാവരും ഒരു 10 തണ്ണിമത്തൻ ഒരു 10 തണ്ണിമത്തൻ തൈ നടുകയാണെങ്കിൽ ചുരുങ്ങി ഇത് ഒരു 50 തണ്ണിമത്തൻ നമുക്ക് വിളവെടുക്കാം. നല്ല തേനൂറുന്ന തണ്ണിമത്തൻ നമുക്ക് വിളവെടുക്കാം. വെറുതെ എന്തിനാ നമ്മൾ അന്യ സംസ്ഥാനക്കാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ യാതൊരു കാര്യമില്ല, അല്ലേ? വരുന്ന വഴിക്ക് നമ്മള് വണ്ടിയിൽ യാത്രയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കൂന ഇട്ടിരിക്കുന്നത് കാണാം തണ്ണിമത്തൻ. അപ്പൊ നമുക്ക് തോന്നും വണ്ടി നിർത്തി ഒന്ന് വാങ്ങിച്ച് കട്ട് ചെയ്ത് കഴിക്കാൻ തോന്നും. അപ്പൊ നമുക്ക് ദാഹം തോന്നും, ഇല്ലേ? അപ്പൊ ഇത്രയും മധുരമുള്ള തണ്ണിമത്തൻ നമുക്ക് അതിലും മധുരം കുത്തിവെക്കാത്ത നല്ല അടിപൊളി തണ്ണിമത്തൻ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി നമ്മൾ കഴിക്കുക. അതിന്റെ ശരിക്കും തേനിന്റെ ഒരു രുചി ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നാവിന് വെള്ളം ഊറുന്നുണ്ടാവും, അല്ലേ? അതിനു വേണ്ടി നമ്മൾ തന്നെ കൃഷി ചെയ്യുക. 10 തണ്ണിമത്തൻ നട്ടാൽ 50 തണ്ണിമത്തൻ നമുക്ക് വിളവെടുക്കാനായിട്ട് കഴിയും. നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ആ പൈസ കിട്ടും. അപ്പോൾ ഓരോരുത്തരും അതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു കിടുക്കാച്ചി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.